ദേവയാനി പൊട്ടിച്ചിരിച്ച് ഓരോന്ന് ഓർത്ത് ബെഡ്റൂമിൽ ഇരിക്കുകയാണ്. നയനയും ആദർശും ഹണിമൂണ് പോയത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നയന പ്രഗ്നൻ്റ് ആകും എന്നൊക്കെ ഓർത്ത് ദേവയാനി കാണുന്ന ഒരു സ്വപ്നം മാത്രമായിരുന്നു അത്. അല്ലാതെ നയന പ്രഗ്നൻ്റ് അല്ല ഫ്രണ്ട്സ്. പക്ഷേ സ്വപ്നമായിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു ആ സീൻസ് കാണാൻ. ദേവയാനിയുടെ സന്തോഷമാണ് അതിൽ എടുത്തു പറയേണ്ടത്. നമുക്കെന്തായാലും അധികം വൈകാതെ തന്നെ ആ ഒരു ഗുഡ് ന്യൂസ് കേൾക്കൂ എന്ന് തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ ഗൈസ്? ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് പൊട്ടിച്ചിരിക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ജയൻ ഇത് കണ്ട് എന്താ ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ട്. ആ സമയം ദേവയാനി പറയും, നമ്മൾ പണ്ട് ഹണിമൂണ് പോയ കാര്യം ഓർത്ത് ചിരിച്ചതാണ് എന്നൊക്കെ പറയും. അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ട് ഇനിയും നമുക്ക് യാത്ര പോകണം എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ജയൻ പറയുമ്പോൾ ദേവയാനി പറയും, വേണ്ട, നമുക്ക് മാത്രമായിട്ട് പോകണ്ട, എല്ലാവരും കൂടി പോയാൽ മതി എന്നൊക്കെ പറയും. ആ സമയം ജയൻ പറയുന്നുണ്ട്, നിനക്കതിന് നയനെ ഇഷ്ടമല്ലല്ലോ, ആദർശ് വരുമ്പോൾ എന്തായാലും നയനയും വരും, അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ അതൊന്നും കാര്യമല്ല, എൻ്റെ മകൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്, ഞാൻ അവൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയേ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നയനയും ആദർശിനെയാണ്. അവരാണെങ്കിൽ ഹണിമൂൺ മൂഡിലൊക്കെയാണ്. ആദർശിനാണെങ്കിൽ നയനയോട് എത്ര റൊമാൻസ് കാണിച്ചിട്ടും മതിയാകുന്നൊന്നും ഉണ്ടാകില്ല. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട്, ഇന്നലെ തന്നെ രാത്രി ഉറങ്ങിയിട്ടില്ല, ഇങ്ങനെ രാവും പകലും ഇല്ലാതെ ഈ ചിന്ത മാത്രം ആയാലും ശരിയാകില്ല, ആദർശേട്ടനും വയ്യാത്തതല്ലേ, ഹെൽത്ത് നല്ലപോലെ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് വേഗം അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോകാം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി ഫോൺ ചെയ്യുകയാണ്. ആ സമയം ദേവയാനി ആണെങ്കിലും ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്താണ് ഒരു വിളിയില്ലല്ലോ, ഭാര്യയെ കിട്ടിയപ്പോൾ എന്നെ മറന്നു അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കേ. അപ്പോൾ പറയുന്നുണ്ട് ആദർശാണെങ്കിലും ഇന്നലെ വിളിച്ചപ്പോൾ റേഞ്ച് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിളിക്കാതെ ഇരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ട്, എന്നിട്ട് എനിക്ക് നിന്നെ വിളിച്ചപ്പോൾ കിട്ടിയല്ലോ, ശരി ശരി എന്തെങ്കിലും ആകട്ടെ, നീ ഏതായാലും ഹാപ്പി ആണല്ലോ, അത് മതി. എന്നിട്ട് പിന്നെ ആദർശിനോട് പറയുന്നുണ്ട്, നീ ഏതായാലും നിൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കണം, അവിടെ കുന്നൊക്കെ ഉള്ള സ്ഥലമല്ലേ, അവിടെയൊന്നും കയറരുത്, പിന്നെ ശ്വാസം മുട്ടൽ വരും, തണുപ്പുള്ള ഏരിയ ആണ് എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ ആ ഒരു പറച്ചിലിൽ നയനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു പറഞ്ഞത്. പക്ഷെ ആദർശിനോട് മാത്രമായിട്ടായിരിക്കും ദേവയാനി പറയുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അനാമികയും അനിയും സംസാരിക്കുന്നതാണ്. അനാമികയാണെങ്കിൽ അനിയോട് പറയുന്നുണ്ട്, ഞാനെ ആദർശേട്ടൻ ഹണിമൂണ് കൊണ്ടുപോയേക്കുവാണ്, നീ എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ, ഇതുവരെ എനിക്ക് എന്തെങ്കിലും സന്തോഷം തന്നിട്ടുണ്ടോ, എൻ്റെ ജീവിതം നീ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അനാമിക ഭയങ്കര വഴക്കിടലായിരിക്കും അനിയോട്. അനിയാണെങ്കിൽ തക്ക മറുപടി കൊടുക്കുന്നുണ്ട് അനാമികയ്ക്ക്. അവസാനം അനിയാണെങ്കിൽ സ്ഥിരം ചെയ്യുന്നത് പോലെ ദേഷ്യം വന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നവ്യയും അബിയും തമ്മിലുള്ള വഴക്കാണ്. അബിയോട് പറയുന്നുണ്ട്, ഇതുപോലൊരു മുത്തശ്ശനെ കിട്ടാൻ നീ പുണ്യം ചെയ്യണടാ, നിനക്കതിൻ്റെ വില മനസ്സിലാകാത്ത കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നീ എന്നെ ഉപേക്ഷിച്ചാലും ഈ വീട്ടിൽ എന്നെയും എൻ്റെ കുഞ്ഞിനെയും സ്നേഹിക്കാൻ ആരെങ്കിലുമൊക്കെ കാണും, ആദർശേട്ടൻ വേണ്ടി വന്നാൽ കുഞ്ഞിൻ്റെ പേർക്ക് കുറേ സ്വത്ത് എഴുതി തരും, എന്നെ ഒഴിവാക്കിയാൽ പിന്നെ നിന്നെ ആർക്കും വിലയുണ്ടാവില്ല, ഒരു നായുടെ വില പോലും നിനക്ക് ആരും തരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അബിയോട്. അപ്പോൾ അബിക്കാണെങ്കിൽ നവ്യ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ദേഷ്യം വരുന്നൊക്കെ ഉണ്ടാകും. പിന്നെ നവ്യ ആണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അബി ആണെങ്കിൽ പിന്നെ ദേഷ്യം വന്ന് ഇങ്ങനെ ദേഷ്യത്തോടെ അവിടെ ഇരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അനിയാണ്. അനിയാണെങ്കിൽ ഫ്രണ്ട്സിനോട് അനാമികയെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുകയാണ്, അവരുടെ ദാമ്പത്യ ജീവിതത്തെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുകയാണ്. കല്യാണം കഴിഞ്ഞതോടെ എൻ്റെ പ്രതീക്ഷയൊക്കെ പോയി, ഞാനും അനാമികയും തമ്മിൽ ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ് റിലേഷനൊന്നും അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്. ബെഡ്റൂമിലാണെങ്കിൽ ഞങ്ങൾ രണ്ടാൾക്കാരെ പോലെയാണ് അവിടെ കഴിയുന്നത്, എല്ലാവരുടെയും പോലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ തമ്മിൽ നടക്കുന്നില്ല, എനിക്ക് അവളോട് വെറുപ്പാണ്, അവൾക്ക് എന്നെയും ഇഷ്ടമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ അതിന് ഇങ്ങനെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും നന്ദു അവിടെ നിന്ന് മാറി നിന്ന് കേൾക്കുന്നുണ്ടാകെ. എന്നിട്ട് പിന്നെ അവിടെ ഫ്രണ്ട്സ് ആണെങ്കിലും പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും വിചാരിച്ചു നിൻ്റെ കല്യാണം കഴിഞ്ഞാൽ നീ മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ്. അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ട്, മാറി, ഒരു ചിന്താഗതി മാത്രമാണ് മാറിയത്, എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നാണ് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നന്ദു ആണെങ്കിലും ഭയങ്കര ടെൻഷൻ ആകുന്നുണ്ട്. അനി ഇങ്ങനെ പറയുന്ന സമയത്ത് ഭയങ്കര സങ്കടം ആവുന്നുണ്ട്.